എമ്പുരാൻ 100 കോടി ക്ലബിലേക്ക് കയറി വലിയ കോളിളക്കം സൃഷ്ടിക്കുമ്പോൾ മോഹൻലാലിന്റെ കേണൽ പദവി തെറിക്കുമെന്ന അവസ്ഥയായി. പാൻ ഇന്ത്യൻ സിനിമയായി ഈ സിനിമ മാറുമ്പോൾ രാജ്യം ഭരിക്കുന്ന BJPയുടെ നിറുകം തലക്കിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തൊക്കെയായിരിക്കും, ആരെയൊക്കെ ആയിരിക്കും എമ്പുരാനിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവുക എന്ന് തുടങ്ങി ട്രെയിലർ ഇറങ്ങിയപ്പോൾ തൊട്ട് ചില്ലറ ഊഹാപോഹങ്ങളല്ല ഈ സിനിമ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. കേരളത്തിൻ്റെ വ്യാവസായിക രംഗം മുതൽ മതപരവും രാഷ്ട്രീയ, സാമൂഹികവും സാങ്കേതികവുമായ എല്ലാ തലങ്ങളിലും ഇന്നുവരെ കാണാത്ത തരത്തിലൊരു മലയാള സിനിമ കത്തിയിറങ്ങിയപ്പോൾ RSS വെട്ടിയ വഴിയിൽ സഞ്ചരിക്കുന്ന BJP ഇതിലും വലിയ ഒരു അടി കിട്ടാനില്ല. അതുമാത്രവുമല്ല, മോദി ഭരിക്കുന്ന രാജ്യത്ത് ആ മോദിയെ തന്നെ വലിച്ചു കീറുന്ന തരത്തിൽ കേരളീയ മനുഷ്യ മനസ്സിലേക്ക് ഗുജറാത്ത് കലാപത്തെയും വീണ്ടും ആളിക്കത്തിക്കാനും BJPയെ താറടിക്കാനും സാധിച്ചത് ചില്ലറ കാര്യമല്ല. അതുകൊണ്ട് ഈ സിനിമ ബഹിഷ്കരിക്കണമെന്ന് പറയുന്ന RSS മോഹൻലാലിന്റെ കേണൽ പദവിയിലേക്ക് നോക്കുകയാണിപ്പോൾ. കേണൽ എന്ന നിലയിൽ മോഹൻലാൽ യാതൊരു ആനുകൂല്യങ്ങളും പറ്റുന്നില്ല എങ്കിലും ആ പദവി മഹനീയമായ പദവിയാണ്. ആ പദവി വഹിക്കുന്ന ഒരാൾ രാജ്യത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുമ്പോൾ ഇത്തരത്തിലുള്ള സിനിമയിൽ ഒരിക്കലും അഭിനയിക്കാൻ പാടില്ല. സിനിമയിലേക്ക് പ്രവേശിക്കും മുമ്പ് തന്നെ സ്ക്രിപ്റ്റ് വായിക്കാതെ ആയിരിക്കില്ല മോഹൻലാൽ അഭിനയിക്കാനായി ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ എത്ര മിനിറ്റ് അഭിനയിച്ചു എന്നതിലല്ല, ആ സിനിമയുടെ ഭാഗമായ, ആ സിനിമയുടെ മുഖമായി നിൽക്കുന്ന മോഹൻലാലിൻ്റെ കേണൽ പദവി തിരിച്ചെടുക്കണമെന്നാണിപ്പോൾ BJP ദേശീയ കൗൺസിൽ അംഗമായ C രഘുനാഥ് പറയുന്നത്. അതോടൊപ്പം തന്നെ സെൻസർ ബോർഡിനെയും മറികടന്നുകൊണ്ട് ഈ സിനിമ എങ്ങനെ റിലീസിങ്ങിലേക്ക് എത്തി എന്നാണ് BJP ഇപ്പോൾ ചോദിക്കുന്നത്. കാരണം സംഘപരിവാറിന്റെ 2 പ്രതിനിധികളും ഈ സെൻസർ ബോർഡിൽ അംഗമായിരുന്നിട്ടും അവർ ഒരു വിരലനക്കം പോലും നടത്തിയില്ലല്ലോ എന്നാണ് ഇപ്പോൾ BJP ഒന്നടങ്കം ചോദിക്കുന്നത്. അതേസമയം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും ദേശീയ പതാകയ്ക്കെതിരെയുള്ള പരാമർശവുമടക്കം 2 സീനുകൾ മാത്രമേ ഈ സിനിമയിൽ നിന്നും സെൻസർ ബോർഡ് വെട്ടിമാറ്റിയിട്ടുള്ളൂ. എന്തായാലും എമ്പുരാൻ സിനിമ മോഹൻലാലിന്റെ സംഘിപ്പിന്തുണയെ എടുത്തു കളഞ്ഞിരിക്കുന്നു എന്നതിനുത്തമ ഉദാഹരണമാണ് കേണൽ പദവി തിരിച്ചെടുക്കണം എന്ന ദേശീയ കൗൺസിൽ അംഗം തന്നെ പറയുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.